ബജറ്റിൽ പിറവം മണ്ഡലത്തോട് സർക്കാർ കാണിച്ചത് കടുത്ത അവഗണനയെന്ന് കേരള കോൺഗ്രസ് എം. ബജറ്റിലെ അവഗണനയ്ക്കെതിരെ പിറവത്ത് സംഘടിപ്പിച്ച ജനകീയ വിചാരണ സദസ്സ് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സാബു കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. പ്രദേശത്തെ ജനപ്രതിനിധികളും പാർട്ടി പ്രവർത്തകർ തുടങ്ങിയ നിരവധി പേർ ജനകീയ വിചാരണ സദസ്സിൽ പങ്കെടുത്തു. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. ബജറ്റിൽ സംസ്ഥാന സർക്കാർ പിറവത്തോട് കാണിച്ചത് കടുത്ത അവഗണനയെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സാബു കെ ജേക്കബ്. ബജറ്റിൽ പിറവത്തോടുള്ള അവഗണന കാണിച്ചെന്ന ആരോപണത്തിൽ പ്രതിഷേധിച്ച് നടത്തിയ ജനകീയ വിചാരണ സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ബജറ്റിൽ കന്നി ബജറ്റിൽ പിറവത്തിന് വേണ്ട വികസന പ്രവർത്തനങ്ങൾ ഒന്നൊന്നായി കൊണ്ടുവരും എന്ന് പറയുകയുണ്ടായി. ഈ കഴിഞ്ഞ ജനുവരിയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ കൃത്യമായി 29 കോടി രൂപ ഈ നിയോജക മണ്ഡലത്തിന് അനുവദിച്ചു. ഈ ബഡ്ജറ്റ് വന്നപ്പോൾ നമ്മളെല്ലാം വിചാരിച്ചു കോടിക്കണക്കിന് രൂപയുടെ വികസനം ഇവിടെ വരും, പിറവത്തിന് നേട്ടമാകുമെന്ന് കരുതിയപ്പോൾ അത് 9 കോടി കുറഞ്ഞ് 20 കോടിയിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു. വളരെ രസകരമായ ഒരവസ്ഥയാണ്. ഇവിടെ നൽകിയ വാഗ്ദാനങ്ങൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടിട്ടില്ല. യോഗത്തിൽ ജോൺസൺ പാർപ്പാട്ടിൽ അധ്യക്ഷത വഹിച്ചു. ഈ കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ UDF മുന്നണി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ താഴെ ഇറക്കുന്നതിലേക്ക് വേണ്ടി പറഞ്ഞുണ്ടാക്കിയ കള്ളക്കഥകൾ എല്ലാം മറന്നുകൊണ്ട് അവർക്കിഷ്ടമായ രീതിയിൽ തോന്നിയ പടിയിൽ ഒരു മാസമായിട്ട് അവരുടെ ഭരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ച നമ്മുടെ MLA എന്താണ് ഈ പിറവം നിയോജക മണ്ഡലത്തിലേക്ക് വേണ്ടി പുതിയ ബഡ്ജറ്റിൽ നമുക്ക് തന്നിരിക്കുന്നത് എന്ന് നമ്മൾ കൃത്യമാണെന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. യോഗത്തിൽ 2 വനിതകൾക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ കേരള കോൺഗ്രസ് എം സംസ്ഥാന കമ്മിറ്റി അംഗം വിൽസൺ പൗലോസ് വിതരണം ചെയ്തു. ഈ വർഷത്തെ പ്രിയങ്കരനായ ബഹുമാനായ മുഖ്യമന്ത്രി VD സതീശൻ നിയമസഭയിൽ അവതരിപ്പിച്ച ബഡ്ജറ്റിൽ പിറവം എന്ന് പറയുന്ന ഒരു സ്ഥലം കേരളത്തിലുണ്ടോ എന്ന് സംശയം തോന്നുന്ന രീതിയിലൊരു ബഡ്ജറ്റാണ് വന്നത്. കാരണം പിറവത്തിൻ്റെ MLA മന്ത്രിയായ, പക്ഷേ പിറവംകാർ ആഗ്രഹിച്ച മറ്റുള്ള നിയോജക മണ്ഡലങ്ങളോടൊപ്പം നമ്മൾ ആഗ്രഹിച്ച പല കാര്യങ്ങളില്ല ഒരു കാര്യവും പിറവത്ത് നടത്തുവാൻ കഴിഞ്ഞ 10 വർഷമായി ഇവിടെ ജനപ്രതിനിധിയും അതിനു മുമ്പ് മന്ത്രിയുമായിരുന്ന ശ്രീ അനൂപ് ജേക്കബിന് സാധിച്ചിട്ടില്ല. ജോർജ് ചമ്പമല, സുരേഷ് ചന്തേലി, അഡ്വക്കേറ്റ് മോർണി കുര്യാക്കോസ്, പഞ്ചായത്ത് അംഗങ്ങളായ ജിൻസി സജിമോൻ, ബിനോയ് ഹരിദാസ്, റോസ്ലി സാബു, മുൻ കൗൺസിലർ തമ്പി പുതുവാക്കുന്നേൽ, ജയൻ ചോറ്റാനിക്കര, ജോസ് പാറേക്കാട്ട്, പോൾ കൊമ്പനാൽ, ഏലിയാസ് വെട്ടുകുഴി, സാജു ചെന്നാട്ട്, ഡോജിൻ ജോൺ എന്നിവർ സംസാരിച്ചു. നിരവധിയായ പ്രശ്നങ്ങൾ കഴിഞ്ഞ ഒരു മാസക്കാലമായിട്ട് അധികാരത്തിലേറിയിട്ട് 1 മാസക്കാലമായിട്ട് നമുക്കറിയാം UDF സർക്കാർ ജനങ്ങളുടെ മുമ്പിൽ പരിഹാസരാകുന്ന ഒരവസരമാണുള്ളത്. പിറവത്തിൻ്റെ നിരവധിയായ ആവശ്യങ്ങൾ നേടിത്തരുവാൻ സാധിക്കാത്ത ഒരു ജനപ്രതിനിധിയായിട്ട് വീണ്ടും ഈ ബഡ്ജറ്റിലും നമ്മുടെ പിറവത്തിൻ്റെ MLA ജനപ്രതിനിധി മാറിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ ഐ വിഷൻ പിറവം. ഇനി ജയിക്കാൻ 3 ബോളിൽ 18 റണ്ണാണ് വേണ്ടത്. 3 balls 18 runs. ചേട്ടാ കണക്ട് ആവണേ. ഹ്യൂമൻ ബേസിൽ ഓൺ സ്ട്രൈക്ക്. ബേസിൽ കണക്ട് ആവോ ഇല്ലയോ എന്ന് നോക്കാം. Oh, that's a 6. അതൊരു കിടിലൻ ഷോട്ട്. ഉഗ്രൻ കണക്ഷൻ. That's another 6. Last ball 6 runs. Is that a 6? Yes, it's a 6. Yeah. കേരള വിഷൻ കണക്ട് ആൻഡ് വിൻ. നേടൂ EV സ്കൂട്ടറുകൾ, സ്മാർട്ട് TVകൾ, ബമ്പർ സമ്മാനമായി EV കാർ തുടങ്ങി 2 കോടിയുടെ സമ്മാനങ്ങൾ. കണക്ട് ചെയ്താൽ ജയമുറപ്പ്.